പാലക്കാട് മീൻവല്ലം തുടിക്കോട് ആദിവാസി കോളനിയിൽ വെള്ളത്തിലകപ്പെട്ട 3 കുട്ടികൾ മരിച്ചു. 3 പേരെയും പ്രദേശവാസികൾ രക്ഷിച്ചുവെങ്കിലും ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. പാലക്കാട് നിന്നും ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, 3 കുട്ടികളാണ് മരിച്ചത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ കുട്ടികളെ കാണാതാവുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മീൻവല്ലത്ത് ഒരു കുളത്തിൽ ഈ കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ഇവരോടൊപ്പം ഇവിടേക്ക് എത്തിയവരുണ്ട്. എങ്ങനെയായിരുന്നു കുട്ടികളെ എവിടുന്നാണ് കണ്ടെത്തിയത്? എപ്പോഴാണ് കണ്ടെത്തിയത്? കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നത് സംഭവം ഇവർ ഉച്ച മുതൽ കുട്ടികളെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഇവരുടെ വീട്ടുകാർ അന്വേഷിച്ച് നടക്കണ്ടായിരുന്നു. അപ്പോൾ ചെറിയെന്ന് കിട്ടിയിരിക്കുന്നത് ആകെ 2 കുട്ടികളാണ് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പയ്യനും വേറൊരു ഏട്ടനും പാടെയാണ് സംഭവം വണ്ടിയിൽ കയറ്റി അവിടെ കൊടുക്കുന്നത്. ഞാൻ പകുതി വെച്ച് പോയി എടുത്തിട്ട് വരിക ചെയ്ത് ആളെ. ഒരു സഹോദരങ്ങളാണ് ഇവര് സഹോദരങ്ങളാണ്. അതെ. ഇവരെ എപ്പോഴത്തു തൊട്ട് നിങ്ങൾ തിരച്ചിൽ നടത്തിയിരുന്നു പ്രദേശവാസി? ഞാൻ പണി കഴിഞ്ഞിട്ട് വരുമ്പോഴായിരുന്നു ഇവര് കരയുന്ന കണ്ടു അവിടെ വീട്ടിൻ്റെ അവിടെ. അപ്പൊ 2 കുട്ടികളിനെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുട്ടികളിനെ അവർ തിരയുണ്ടായിരുന്നു. പിന്നെ 2 കുട്ടികൾ ഞങ്ങൾ വേഗം എടുത്തിട്ട് വന്നു. പ്രകാശന്റെ മക്കളാണ്? പ്രകാശന്റെ മക്കളാണ്. 3 പേരുടെ പേരെന്താണ്? പ്രദീപ്, പ്രതീഷ്, രാധിക. അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേരും മരിച്ചിരുന്നു. സമയത്ത് കുറച്ച് പൾസ് അടിക്കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ആദ്യം ഇവിടേക്കാണോ, ജില്ലാ ആശുപത്രിയിലേക്കാണോ? നേരെ അടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുപോയി. അവിടെ നേരെ പറ്റില്ല പറഞ്ഞപ്പോൾ നേരെ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. 2 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. 2 കുട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു കുട്ടിനെ നമ്മൾ തച്ചമാറന്നിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമുക്കിപ്പോൾ ഡിസംബർ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ്. ആ വേദന മാറിയതിനു ശേഷമാണ് ഇപ്പോഴത്തെ ഒരു ദുരന്തം കൂടി. അപകടം പിടിച്ചൊരു സ്ഥലമാണോ ഈ കുളം? അല്ല, അങ്ങനെ അപകടം പിടിച്ച സ്ഥലമല്ല അത്. പക്ഷെ ചെറിയ കുട്ടികളല്ലേ പെട്ടിട്ട് നീന്താൻ ഒരു കുളമാണ്. കുളത്തിന്റെ നമ്മളെ 3 ഏക്കർ മീൻവല്ലത്തേക്ക് പോണ വഴി തന്നെയാണ് അത്. ഏകദേശം എത്ര വയസ്സ് പ്രായം ഈ കുട്ടികൾക്ക്? 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 10 വയസ്സുള്ള താഴെയുള്ള കുട്ടികളാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ 2024 ഡിസംബറിൽ നമുക്ക് ഏറ്റവും വലിയൊരു ദുരന്തം കഴിഞ്ഞ് നമ്മൾ വിഷമം മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ലോറി അപകടത്തിൽ 4 മക്കൾ മരിച്ച്. അപ്പോഴാണ് ഇപ്പോഴത്തെ വേറൊരു ദുരന്തം വന്നത്. കളിക്കാനിറങ്ങിയതാണോ? കളിക്കാനിറങ്ങിയിട്ട് കാണാനില്ല എന്നാണ് പറഞ്ഞത്. കാണാനില്ലാതിന് ശേഷം തെരഞ്ഞു പോയപ്പോഴാണ് ഇതായത്. അടുത്താണോ ഈ ചിറ? അടുത്ത ഏകദേശം അടുത്ത് തന്നെ. ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അടുത്തന്നെ ഉണ്ടാവും. വീട്ടിനടുത്ത് തന്നെ. വീടിനടുത്താണ് ഈ ഒരു ചിറ വരുന്നത്. അവിടെ വയ്ക്കാണ് ഈ കുട്ടികളെ കാണാതായത്. ഈ കുട്ടിക്ക് 10 വയസ്സിൽ താഴെയാണ് 3 പേർക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ആദ്യം ഈ മീൻവല്ലത്ത് അടുത്തുള്ള ആശുപത്രിയിലേക്ക് രാധികയെ എത്തിച്ചു. അവിടെ വെച്ച് തന്നെ രാധിക മരിച്ചിരുന്നു. മറ്റ് 2 കുട്ടികളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ വെച്ച് അവരുടെ മരണം സ്ഥിരീകരിക്കുന്നു. പ്രദീപ്, പ്രതീക്ഷ എന്നിവരാണ് ഈ കുട്ടികളുടെ പേര്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം. ഒരു വീട്ടിലെ തന്നെ 3 സഹോദരന്മാരാണ് ഈ കുട്ടികൾ എപ്പോഴായിരുന്നു ഗൂഗിൾ വീട്ടിൽ നിന്നും പോയത്? ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണോ? വലിയ അപകടം പിടിച്ച സ്ഥലമൊന്നും അല്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും അപകടത്തിൽപ്പെട്ടു എന്നാണ് അറിയുന്നത്. തീർച്ചയായും, അതായത് ഇതൊരു അപകടം പിടിച്ച സ്ഥലമല്ല, ഒരു ചിറ പോലെ ഒരു പ്രദേശമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ വളരെ ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കോങ്ങാട് MLA ഇവിടെ എത്തിയിട്ടുണ്ട്. MLA, എന്താണ് ഉണ്ടായിരുന്നത്? കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്? ഞാൻ യഥാർത്ഥത്തിൽ സ്ഥലത്ത് അവിടെ അല്ലായിരുന്നു. ഞാൻ ഈ പാലക്കാട് വേറൊരു പരിപാടിയിലാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പാണ് എനിക്ക് കിട്ടിയ വിവരം. ആ വിവരം അനുസരിച്ചുകൊണ്ട് കുട്ടികളെ കളിക്കാനായിട്ട് പോയി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അവരുടെ വീടിൻ്റെ പരിസരത്തുള്ളൊരു ചോലയുണ്ട്. തുടിക്കോട് ട്രൈബൽ സെറ്റിൽമെൻറ്റാണ്. അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ പെട്ടിരിക്കണമെന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നേരത്തെ ആ ചോല ചെറുതായിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ചപ്പും ചവറുമായിട്ട് അടിഞ്ഞ്. കുളമല്ല, ചോല എന്ന് വെച്ചാൽ ഈ നമ്മുടെ കല്ലൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് വെള്ളം ഒഴുകി പോകുന്ന ഒരു പ്രദേശം ഉണ്ടല്ലോ. നേരത്തെ അവിടെ ചപ്പും ചവറൊക്കെ ആയിട്ട് മൂടിക്കിടക്കും. അതുകൊണ്ട് വെള്ളം അതിൻ്റെ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 3-4 ദിവസം മുമ്പ് അവിടുത്തെ ഓണർ അതിന്റെ ഓർഡർ ക്ലിയർ. MLA ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിദാരുണമായ സംഭവമാണ്. 3 കുട്ടികളാണ് വെള്ളത്തിൽ വീണ്, ആ ചിറയിൽ വീണ് മരിച്ചത്. ഈ പ്രദേശവാസികൾ രക്ഷിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു.